കിടിലം പടം ബ്രോ, തിയേറ്ററിൽ തന്നെ ഒന്ന് കാണണം. അയ്യോ കീറിത്തൊണ്ട്, ഞാൻ കോങ് ഫാനാണ്. കീറി വിളിച്ച് തൊണ്ട പോയി. രോമാഞ്ചത്തിന്റെ പീക്ക് ലെവൽ എന്ന് പറയാം. അത്രയും മമ്മൂട്ടി മോഹൻലാൽ ആരാണ് ഇഷ്ടം ചോദിച്ചാൽ നമുക്ക് രണ്ടുപേരെയും ഇഷ്ടപ്പെടുത്തിയായിരുന്നു. അവർ ഒന്നിക്കണ ഒരു സിനിമ എങ്ങനെയിരിക്കും, അവർ ഒരുമിച്ച് നിന്ന് വില്ലന്മാരെ ഇടിച്ചിടുമ്പോൾ നമുക്ക് എങ്ങനെ രസമായിരിക്കും. ആ ഒരു രസം പടത്തിലുണ്ട്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ കോങ് ഫാൻസും ജില്ല ഫാൻസും ഒക്കെ കാത്തിരുന്ന ബിഗ്ഗസ്റ്റ് വാർ ഗോഡ്സില്ല വേഴ്സസ് കോങ് ദ ന്യൂ എംപയർ റിലീസിനായിട്ട് എത്തിയിരിക്കുകയാണ്. അപ്പോൾ പടം കണ്ടിറങ്ങിയ ഓഡിയൻസിനോട് എങ്ങനെ ഉണ്ടായിരുന്നു അഭിപ്രായം ചോദിച്ചു നോക്കാം. അതുപോലെ തന്നെ ഇവർ രണ്ടിലും ആർക്കാണ് കൂടുതൽ ഫാൻസ് പവർ എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുക. നേരെ പടത്തിൻ്റെ റിവ്യൂയിലേക്ക്. ഒരു രക്ഷയില്ല എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല. ഗോഡ്സിലെ 1-നെക്കാളും വെച്ച് നോക്കുകയാണെങ്കിൽ ഗോഡ്സിലെ 2 എന്ന് പറയുന്നത് ഗോഡ്സ് വേഴ്സസ് കോങ് 1-നെക്കാളും എന്തുകൊണ്ടും ക്രെഡിറ്റായിട്ട് ഈ പടം അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. ആർക്ക് വേണ്ടിയാണ് കാണാൻ വന്നത്? ഞാൻ കോങ് ഫാനാണ്, ഞാൻ ഒരു ഹേർട്ട് കോങ് ഫാനാണ്. പക്ഷെ എന്തോ എനിക്ക് പടം കണ്ടപ്പോൾ ഒരു രോമാഞ്ചം വന്നിട്ടുണ്ട്. അത്രയ്ക്കും ക്രെഡിറ്റായിട്ട് എടുത്തു. സ്കോർ ചെയ്തത് ഗോഡ്സിന് സ്കോർ ആയിട്ടുണ്ട് ലാസ്റ്റ്. പക്ഷെ കോങ് എന്ന് പറയുന്നത് നമുക്ക് എന്തോ ഫസ്റ്റ് മുതൽ കോങ് ആണ് തിളങ്ങി നിൽക്കണം. ഫസ്റ്റ് മുതൽ ലാസ്റ്റ് 3D ഒക്കെ ഒരു രക്ഷയില്ല. എനിക്ക് തോന്നുന്നു ഫസ്റ്റ് സിനിമ 2D ആയിരുന്നു. അതിനെ വെച്ച് നോക്കിയപ്പോൾ 3D ആണ് കുറച്ചും കൂടെ കൊള്ളുന്നുള്ളത്. ലാസ്റ്റൊക്കെ എടുത്ത് അടിക്കുന്ന സീനൊക്കെ ഉണ്ട്. ഈ സീനായിരുന്നു രോമാഞ്ചത്തിന്റെ പീക്ക് ലെവൽ എന്ന് പറയാം. അത്രയും ക്രെഡിറ്റ്. കിടിലം പടം ബ്രോ, തിയേറ്ററിൽ തന്നെ ഒന്ന് കാണണം. അയ്യോ കീറിത്തൊണ്ട്, ഞാൻ കോങ് ഫാനാണ്. കീറി വിളിച്ച് തൊണ്ട പോയി. കിടിലം പടം. 3D ഒക്കെ അത്യാവശ്യം നമ്മളെ മാർവൽ സിനിമകളൊക്കെ അല്ല, ഇതിൽ നല്ല 3D ഉണ്ട്. 3D എലിമെന്റ്സ് ഒക്കെ കൃത്യം നമുക്ക് ഫ്രണ്ടിലിരുന്ന് കാണും പോലെ തോന്നും. ഫുൾ സീരീസ് ഫോളോ ചെയ്യുന്നതാണ്. ഞാൻ മൊണാർക്ക് കണ്ടിരിക്കണം. മൊണാർക്കിലെ കുറച്ച് കൺസെപ്റ്റ്സ് ഇതിൽ പറയുന്നുണ്ട്. അത് പോർട്ടൽസിനെ കുറിച്ചൊക്കെ. ആരാണ് ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്തത് ഇതില്? കോങ് തന്നെയാണ് സ്കോർ ചെയ്തത്. എന്റെ പൊന്നെ, സീൻ ലാസ്റ്റ് പിന്നെ ക്ലൈമാക്സിന്റെ അടുത്തൊക്കെ എത്തിക്കഴിയുമ്പോ കോങ്ങിനാണ് ഫുൾ ഷോ. ഗോഡ്സിലെ ഉണ്ട്, പക്ഷേ കോങ്ങിനാണ് ഫുൾ ഫോക്കസ് കൊടുത്തേക്കണം. ഒരു രക്ഷയില്ല, വന്ന് കണ്ടുപോക്ക്. ഒരു രക്ഷയില്ല, പൈസ വസൂലാണ്. വന്ന് കണ്ടുപോക്കിയാൽ. ആരാണ് സ്കോർ ചെയ്ത്? എല്ലാവരും സ്കോർ ചെയ്ത് രണ്ടുപേരും അടിപൊളിയാണ്. വന്ന് കണ്ടുപോക്ക്. ഞാൻ വേറെ ഒന്നും പറയാൻ. തിയേറ്ററിൽ കൊള്ളാം. സത്യം പറയുകയാണെങ്കിൽ തിയേറ്ററിൽ കാണേണ്ട ഒരു പടമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിയേറ്ററിലേ കാണാവുള്ളൂ. വീട്ടിലൊന്നും പോയിരുന്ന് കാണരുത്. കാരണം തിയേറ്ററിൽ കാണേണ്ട ഒരു പടമാണ്. 3D എക്സ്പീരിയൻസ് പക്കാണോ? 3D എക്സ്പീരിയൻസ് ഈ തിയേറ്റർ ആയതുകൊണ്ട് കൊള്ളാം. ഉള്ള കാര്യം പറയുമല്ലോ. വേറെ ഏത് തിയേറ്ററിലൊന്നും പോയി കാണല്ലേ. കൊള്ളാമെങ്കിൽ നല്ല തിയേറ്ററിൽ പോയി കാണാം. എല്ലാ സീരീസ് ഒക്കെ ഫോളോ ചെയ്യുന്ന ആളാണ്? സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ അല്ല. പക്ഷേ എനിക്ക് ഫോളോ ചെയ്യാതെ പോലും എനിക്ക് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റിയെങ്കിൽ കൊള്ളായിരിക്കണമല്ലോ, അല്ല പിന്നെ പറ്റൂല. എനിക്ക് സ്കോർ ചെയ്തായിട്ട് തോന്നുന്നു ഗോഡ്സില്ലാണ്. രണ്ടുപേരും രണ്ട് കട്ടൊക്കെയാണ്. കൊള്ളാം, തിയേറ്ററിൽ വന്ന് കാണാൻ കൊള്ളായിരുന്നു. ആ യൂണിറ്റി ഉണ്ടായിരുന്നല്ലോ ആ ഫൈറ്റ് സമയത്ത്. ഗോഡ്സിലെയും കോങ്ങിൻ്റെയും പുതിയ യൂണിറ്റി, ഒരു എക്സ്ട്രാ ഒരു ടൈറ്റൻ കൂടെ ചേർന്നുണ്ടായിരുന്നു ഇതിൽ ഫൈറ്റിൽ. അത് കാണുമ്പോൾ ഞാൻ സ്പോയിലർ ചെയ്യുന്നില്ല. ഗോഡ്സിലയാണ് കൂടുതൽ പവർഫുൾ. ഇതിൽ പക്ഷേ രണ്ടുപേരും പവർഫുൾ ആയിട്ടാണ് കാണിക്കുന്നത്. ഗോഡ്സില്ലെങ്കിൽ കോങ്ങില്ലെങ്കിൽ ഗോഡ്സില്ല. അപ്പോൾ സാറ്റിസ്ഫൈഡ് ആണ്? സാറ്റിസ്ഫൈഡ്. എനിക്ക് ഇഷ്ടപ്പെട്ട്. നല്ല പടമാണ്, എല്ലാവരും കാണണം. നല്ല പടം തന്നെ. കുറച്ച് മുന്നത്തെ കണ്ടും ബെറ്റർ കണ്ടിട്ടുണ്ട്. ഇവർ രണ്ടുപേരും കൂടി വരുന്നത് വലിയ ഹൈപ്പിനൊന്നും ഇല്ലായത്. ഫസ്റ്റ് വെച്ച് നോക്കിയിട്ട് വരികയാണെങ്കിൽ അതിന് മാത്രമൊന്നും ഇല്ലായിരുന്നു. ഫസ്റ്റാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. സെക്കൻഡ് വെച്ച് എങ്ങനെയാണ്? ആക്ഷൻ ഓറിയന്റഡ് ആണോ അതോ 3D വൈസ് ആണോ? സ്റ്റോറി വൈസ്? 3D വൈസ് നൈസ്. സ്റ്റോറി ജസ്റ്റ് ഭയങ്കര റഷ് പോലെ തോന്നി. ജസ്റ്റ് ആ ഒരു 2 hours അത് നിർത്താൻ വേണ്ടി കഷ്ടപ്പെട്ട പോലെ തോന്നി. പടം നല്ല മൂവിയായിരുന്നു. വിചാരിച്ചെന്നും നല്ല എക്സ്പെക്ടേഷൻസ് ഉണ്ടായിരുന്നു. എങ്ങനെയാണ്? രണ്ട് ഫാൻസിനെയും തൃപ്തിപ്പെടുത്തും. എന്നാലും ഗോഡ്സില്ല നെക്സ്റ്റ് ലെവൽ. ഹൈപ്പിനുള്ളതില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഫ്ലാറ്റ് ആയിട്ടുള്ള ഫസ്റ്റ് ഹാഫാണ്. മീൻസ് പക്ഷേ എക്സ്പ്ലോർ ചെയ്യണമുണ്ട്, അവരുടെ ആ ഒരു കൺസെപ്റ്റിൽ എക്സ്പ്ലോർ ചെയ്യണം. പക്ഷേ ഫ്ലാറ്റ് ആയിട്ടുള്ള ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫ് വന്നപ്പോൾ നല്ല ബിൽഡപ്പിൽ കൊണ്ടുവന്നെങ്കിലും സ്ക്രീൻ പ്ലേ ലാസ്റ്റ് ക്ലൈമാക്സിലായപ്പോൾ അത്രയും വീക്കായിപ്പോയി. സ്ക്രീൻ പ്ലേ വീക്ക് ആയതുകൊണ്ട് തന്നെ ഡൗൺ ആയിപ്പോയി. ക്യാരക്ടേഴ്സ് എല്ലാം കൊണ്ടുവന്ന ക്യാരക്ടേഴ്സ് എല്ലാം സ്ക്രീൻ പ്ലേയുടെ ഇതിൽ ഡൗൺ ആയിപ്പോയി. എങ്ങനെയാണ്? സ്റ്റോറി വൈസ് ആണോ? എല്ലാ വയസ്സും ഫാമിലിയായിട്ട് കാണാനും കൊച്ചു പിള്ളേരെ കൊണ്ട് കാണാനും എല്ലാം നൈസായിട്ട് എടുത്തിട്ടുണ്ടാവും. എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. നല്ല രോമാഞ്ചം കുറേ സീൻസ് ഒക്കെ നല്ല സിനിമ. ഏത് ഫാൻസിനാണ് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റുന്നത്? കിങ്ങിനെ ഒരേപോലെ തന്നെ, എന്നാലും കുറച്ചുകൂടെ നല്ല പറയാൻ പറ്റില്ല. രണ്ട് ഒപ്പത്തിനൊപ്പം പോലെ ഒരേപോലെ. പിന്നെ ഏറ്റവും രസം എന്ന് പറഞ്ഞാൽ ഇതിൽ നമ്മൾ മൾട്ടി സ്റ്റാർ സിനിമ എന്ന് പറഞ്ഞാൽ രണ്ടുപേരും ഒന്നിക്കും. പുതിയ യൂണിവേഴ്സ്, പൊതു ശത്രു ഉണ്ട്. ഒരു പൊതു ശത്രു, അത് ആരാണെന്ന് പറയുന്നില്ല. അത് TV സ്പോട്ടൊക്കെ കണ്ടവർക്ക് അറിയാൻ പറ്റും യൂട്യൂബിൽ ആരാണ്. മോനുമായിട്ടാണ് വന്ന് കണ്ടത്, പിള്ളേരായിട്ടൊക്കെ വന്ന് കണ്ടത് നല്ല രസമായിട്ട് കാണാം. പിന്നെ തിയേറ്ററിൽ 3D ആണ്. 3D എഫക്റ്റ് ഉണ്ട്, സൗണ്ട് എഫക്റ്റ് ഉണ്ട്, പിന്നെ ഇംഗ്ലീഷ് സബ്ടൈറ്റിലുണ്ട്. പ്രത്യേകിച്ച് ഗോഡ്സിലേക്കും കോങ്ങിനും ഭയങ്കര ഫാൻസ് ഉണ്ട്. അപ്പോൾ അവരുടെ ഓരോ സാധനം കാണിക്കുമ്പോൾ അതിന് ഭയങ്കര കയ്യടിയാണ്. ഈ സിനിമയൊക്കെ നമ്മൾ പറയില്ലേ, നമ്മളൊരു കൊച്ചുകുട്ടിയുടെ മനസ്സോടെ ആസ്വദിക്കേണ്ട സാധനമാണ്. അങ്ങനെയുള്ളൊരു സാധനമുണ്ട്. പിന്നെ സ്റ്റോറി ബിൽഡിങ്ങും ഉണ്ട്.
നമുക്ക് രണ്ടുപേരും ഇഷ്ടമാണ്. എന്താണെന്ന് പറഞ്ഞാൽ രണ്ടുപേരും ഒരാളെയും പൊക്കി പറയണമെന്നുള്ളത് ഞാൻ രണ്ടുപേരും നമ്മളെ രസിപ്പിച്ചവരാണ്. ഇപ്പം നമ്മൾ മമ്മൂട്ടി മോഹൻലാൽ ആരാണ് ഇഷ്ടം ചോദിച്ചാൽ നമുക്ക് രണ്ടുപേരെയും ഇഷ്ടപ്പെടുത്തിയതല്ല. അവർ ഒന്നിക്കണ ഒരു സിനിമ എങ്ങനെ ഇരിക്കും, അവർ ഒരുമിച്ച് നിന്ന് വില്ലന്മാരെ ഇടിച്ചിടുമ്പോൾ നമുക്ക് എങ്ങനെ രസമായിരിക്കും, ആ ഒരു രസം പടത്തിലുണ്ട്. സംഭവം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു എൻ്റർടൈനറാണ്. സ്റ്റോറിയൊക്കെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. പക്ഷേ നമുക്കിപ്പോൾ നമ്മുടെ ഇപ്പോൾ ലാലേട്ടൻ്റെ മൂക്കിയുടെ ഒക്കെ സിനിമ കാണുമ്പോൾ ഒരു എന്താണ് ക്രൗഡ് പുള്ളറാണ്. നമുക്കൊരു മാസ് എഫക്റ്റ് ഫീൽ ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് തിയേറ്ററിൽ പോയിരുന്നൊരു 2 മണിക്കൂർ ഒരു ഫെസ്റ്റീവ് വൈബിൽ കാണാൻ പറ്റിയൊരു സിനിമയാണ്.